ഗുജറാത്തിന്റെ MP പിന്നെ നരൻ ജഡ്വ ഇന്നലെ പോയി. ബീഹാറിലെ MLA മാരായ മുരാരി പ്രസാദും ഗൗതം സിദ്ധാർത്ഥും ഇന്നലെ ലോറിന് പോയി. ജാർഖണ്ഡിന്റെ ഏക MP ഗീതാ ഗോഡ ഇന്നലെ അസറിന് പോയി. തമിഴ്നാട് MLA S വിജയധരന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോയി. എങ്ങനെയുണ്ട് കോൺഗ്രസ്? എന്നിട്ട് കോൺഗ്രസ് പറയാ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ കൈപ്പത്തിക്ക് കുത്തുന്ന മനുഷ്യന്മാരാരെങ്കിലും കുത്തു ആ കൈക്ക്. ഗാന്ധിയെ വെടിവെച്ച് RSSകാരൻ വിളിക്കുന്ന ജയ് ശ്രീറാം. മഹാരാജാസിന്റെ തിരുമുറ്റത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിമന്യുവിന്റെ നെഞ്ചില് കത്തി കുത്തി ഇറക്കുമ്പോ ഈ SDPയുടെ തമ്മാടി കുട്ടികളെ വിളിച്ചാൽ അറിയോ? അല്ലാഹു അക്ബർ. ഓന്റെ അഭിപ്രായം എന്താ അറിയോ? അള്ളാനെ സംരക്ഷിക്കാൻ കത്തിയൂരി നടക്കണ RSSകാരന്റെ അഭിപ്രായം എന്താ അറിയോ? രാമനെ സംരക്ഷിക്കാൻ RSSകാരൻ ആയുധമെടുക്കണം. ഇതിൽ പരം വിഡ്ഢിത്തണ്ടോ മനുഷ്യന്മാരെ? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവങ്ങളാ. എല്ലാ മതവും വിശ്വസിക്കുന്നതാ. ദൈവങ്ങളെ വ്യത്യസ്തമായിരിക്കും, അവനവന്റെ വിശ്വാസം വേറെയാണ്. പക്ഷെ എല്ലാ മതവും പറയുന്നത് എന്താ? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, പരിപാലിക്കുന്നത്, അവന്റെ ജനനം തീരുമാനിക്കുന്നത്, മരണം തീരുമാനിക്കുന്നത് എല്ലാം ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങളെ സംരക്ഷിക്കണ്ട. സൃഷ്ടി സംരക്ഷിക്കുന്നതാണ് സൃഷ്ടാവെങ്കിൽ എന്തിനു പറ്റും സൃഷ്ടാവിനെ? മനുഷ്യൻ സംരക്ഷിക്കേണ്ടവനാണോ പടച്ചോൻ? മനുഷ്യൻ സംരക്ഷിക്കേണ്ടവനാണോ രാമൻ? പറ, നിങ്ങൾ ആരെ വിഡ്ഢികളാക്കുന്നത്? എന്നാൽ ഇവർ യഥാർത്ഥ രാമഭക്തരാണോ? അല്ല എന്ന് 100% ഉറപ്പ്. യഥാർത്ഥ രാമഭക്തരല്ല ഇവര്. അതുകൊണ്ടാണല്ലേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം അവരുടെ കൂടെ നിൽക്കാത്തത്, ഇല്ലേ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരു നാടിന്റെ പ്രധാനമന്ത്രിയാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈവച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞെന്താ? എല്ലാ മതസ്ഥരോടും തുല്യ നീതിയോടെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് യഥാർത്ഥ മതഭക്തർ വിശ്വസിക്കുന്ന എന്താണ്? സന്യാസി വര്യന്മാരാണ്. ക്ഷേത്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് സന്യാസി വര്യന്മാരാണ്. പക്ഷേ അർദ്ധനഗ്നരായ സന്യാസി വര്യന്മാരെ കണ്ടു നമ്മള് മറ്റൊരു ഉദ്ഘാടനത്തിന്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരമാണ്. ആ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ. പ്രസിഡന്റ് ആണാണെങ്കിൽ പുരുഷൻ, പ്രഥമ വനിത, ഇല്ലേ? ആ പ്രഥമ വനിത എന്താ RSSകാരാ നിങ്ങൾ പറഞ്ഞത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഒരു പട്ടികജാതിക്കാരിയെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി. ആ പ്രസിഡന്റിനെ എന്തേ നിങ്ങൾ വിളിക്കാതിരുന്നത്? 2 കാരണം. ഒന്ന്, അവര് പട്ടികജാതിക്കാരിയാണ്. 2, വിധവയാണ്. വിധവ ലക്ഷണക്കേടാ നിങ്ങൾക്ക്. പട്ടികജാതിക്കാരെ നിങ്ങൾ അംഗീകരിക്കില്ല. ചരിത്രത്തിലേക്ക് ഞാൻ വരാ. പട്ടികജാതിക്കാരെ നിങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസി വര്യന്മാർ, അർദ്ധനഗ്നരായ സന്യാസ വര്യന്മാർ നടത്തുന്ന രാജ്യത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അമ്പലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടേ, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടേ സന്യാസി വര്യന്മാരാകുമ്പോ ആരാ ഉദ്ഘാടനം നിർവഹിച്ച്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇല്ലേ? രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതാരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇല്ലേ? എങ്ങനെയാ നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്? നിങ്ങൾ നോക്ക്. ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുമ്പോ പൊട്ടി കരഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. പരിചയണ്ട ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്? ഒരു പെൺകുട്ടി പൊട്ടി കരഞ്ഞു. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ സഹോദരൻ എന്റെ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വയനാടൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ. രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ പേര് പ്രിയങ്ക ഗാന്ധിനാണ്. കോൺഗ്രസ്സുകാർ കേൾക്കുന്നുണ്ടല്ലോ എന്നെ. രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട ദിവസം കണ്ണീരോടുകൂടി പ്രിയങ്ക ഗാന്ധി എന്താ കണ്ണീരൊഴുക്കിയത്? രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് എന്നെ ക്ഷണിച്ചില്ല. എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. വീഡിയോ വേണോ, ഓഡിയോ വേണോ, വാർത്ത വേണോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് തരാം. എന്നിട്ട് എങ്ങനെയാ പ്രിയങ്ക ഗാന്ധി ക്ഷീണം തീർത്തത്? 3 വെള്ളി ഇഷ്ടികൾ കൊടുത്തയച്ചു, ഇല്ലേ? കമൽനാഥ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി എത്ര വെള്ളി ഇഷ്ടിക കൊടുത്തയച്ച കോൺഗ്രസ്? 13 വെള്ളി ഇഷ്ടികൾ. എത്രയാ സംഭാവന ചെയ്തത്? 1,10,000. അതെന്താ 101 കൊടുക്കുന്ന മാതിരി 1,10,000? പൃഥ്വിരാജ് ചൗഹാൻ മധ്യപ്രദേശിന്റെ BJP മുഖ്യമന്ത്രി, ആ പൃഥ്വിരാജ് ചൗഹാൻ കൊടുത്തു 1 ലക്ഷം. അതിനെ കവർ ചെയ്യാൻ 1,10,000 കൊടുത്തു, ഇല്ലേ? അതുകൊണ്ടാണല്ലോ രാമക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ക്ഷണിച്ചപ്പോ കോൺഗ്രസ് ചർച്ചയാണ്. എത്ര ദിവസം? നിങ്ങൾ കണ്ടോ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച അതേ ദിവസം, അതേ നിമിഷത്തിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയും വിളിക്കാതെ, ഒരു പൊളിറ്റ് ബ്യൂറോയും വിളിക്കാതെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ മനുഷ്യന്റെ പേര് സീതാറാം യെച്ചൂരി. വരില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടില്ല. എന്താ കാരണം? ഞങ്ങൾ ഒരു ക്ഷേത്രത്തിനും എതിരല്ല.
ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി തകർത്ത് അതിന് മുകളിലാണ് രാമക്ഷേത്രം ഉണ്ടാക്കിയത്. ഇവിടുത്തെ ചില കോൺഗ്രസ്സുകാർ പോലും ന്യായീകരണം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ചയെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അത് കോടതി വിധിയുടെ പരിണിത ഫലമാണ്. ഇല്ലേ? നിങ്ങൾ നോക്ക്, സഖാവിന്റെ പേരെന്താ? സമീർ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയണം. സമീറിന് സ്വന്തം വീടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? സങ്കല്പിക്കുക, സമീറിന് സ്വന്തം വീടില്ലേ? ഉണ്ട്. ഞാൻ വരികയാണ്, എന്നിട്ട് സമീറിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ്. എന്നിട്ട് സമീറിനോട് ഞാൻ പറയുന്നു, ഇതെന്റെ വീടാണ്, നീ ഇറങ്ങിപ്പോണം. എന്റെ ബാപ്പന്റെ വല്യാപ്പ ജനിച്ച വീടാണ് ഈ വീട്. സമീറെ, നീ പിന്നെ വന്നതാണ്, അതുകൊണ്ട് നീ ഇറങ്ങിപ്പോണം. പ്രശ്നമായി. കോടതിയിലെത്തി. കോടതി വളരെ മനോഹരമായി വാദങ്ങളൊക്കെ കേട്ടു. ഞാൻ പറയാണ്, എന്റെ വല്യാപ്പന്റെ വാപ്പ ജീവിച്ച് സമീറിന്റെ വീട്ടിലാണ്. എവിടെ? ഞാൻ കൊടിയത്തൂര. എന്റെ വല്യാപ്പനെ സമീറിനോ ഈ നാട്ടുകാർക്ക് പറഞ്ഞു. സമീറിന്റെ വീട്ടിൽ എന്റെ വല്യാപ്പയെ താമസിച്ചെന്നാണ് എന്റെ അവകാശവാദം. എന്റെ അവകാശവാദം കോടതി, പിന്നെ ഷമീറിന്റെ വാദം കോടതി അംഗീകരിച്ചു. ഷമീറിന്റെ വല്യാപ്പ മുതൽ കാലം ഷമീർ താമസിക്കുന്ന വീടാണത്. അങ്ങ് ദൂരെ കൊടിയത്തൂരിലുള്ള നാസിർ കൊളായിക്ക് അതിലൊരു അധികാരമില്ല. അതുകൊണ്ട് ഷമീറിന്റെ വാദം ശരിയാണ്. ആ ഭൂമി നാസിർ കൊളായിക്ക് അവകാശപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒരു കാര്യത്തിലും നാസിർ കൊളായിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായും ആ വീടും പറമ്പും ഒക്കെ ഷമീറിൻ്റെതാണ്. എന്നാൽ ഷമീർ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ആ വീട് നാസിർ കൊളായിൻ്റെതാണ്. ഷമീറിന് ഒരു 10 സെന്റ് വേറെ തരാ. എങ്ങനെയുണ്ട്? ഇതല്ലേ സ്വരാജ് പറഞ്ഞത്? വർത്തമാനകാല ഇന്ത്യയിലെ കോടതിയിൽ നിന്ന് ഇതിനപ്പുറമുള്ള വിധി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇന്നത്തെ വാർത്ത കേട്ടങ്ങള്, ഗ്യാൻബാപ്പി പള്ളിയിൽ ആരാധനക്ക് തുറന്നു കൊടുത്ത ജഡ്ജി ഒരു ദിവസമാക്കണ്ടായിനി. അന്നത്തെ വിധി കഴിഞ്ഞാൽ ആള് സർവീസിന് പിരിഞ്ഞ്. ആളിന്നിപ്പോ എന്തായത്? ഗവർണറോ? ഇതിലുണ്ട്. ആള് ഗവർണറോ എന്തോന്നായിണ്ട്, കാര്യപ്പെട്ട. ഇല്ലേ? ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ ജഡ്ജിമാരൊക്കെ എവിടെയുണ്ട്? ഗവർണർമാരാണ്, രാജ്യസഭാ മെമ്പർമാരാണ്. എന്തിന്? ബഹുമാന്യനായ പാണക്കാട് തങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താണ് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. നാസിർ കൊളായി അല്ല പറഞ്ഞത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രിയപ്പെട്ട തങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രമെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്കൽ ആദ്യം കത്തിവെച്ചതാരാന്നറിയോ? 1949 ഇന്ത്യയുടെ യുഗപ്രഭാവനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അന്ന് UP എന്ന് പറയുന്ന സംസ്ഥാനമല്ല, UP പ്രവിശ്യയുടെ പ്രധാനമന്ത്രി GB പന്ത് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട്. എന്താ പറഞ്ഞത്? അവിടെ ബാബരി മസ്ജിദിനകത്ത് സ്വയംഭൂവായി രാമവിഗ്രഹം ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞെന്താ? അതെടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം. എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, അങ്ങനെ വരുമ്പോ മതേതരത്വത്തിന്റെ കടക്കൽ ആദ്യം കത്തിവെച്ചത് ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നിങ്ങൾ നോക്ക്, 49 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരിക്കുമ്പോ ആലപ്പുഴക്കാരനായ KK നായർ എന്ന് പറയുന്ന ഒരു കലക്ടർക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ധിക്കരിക്കാനുള്ള ധൈര്യം കിട്ടിയത് RSSന് കോൺഗ്രസിലുള്ള സ്വാധീനമാണ്. ആ KK നായർ പിന്നെ രാജ്യസഭാ അംഗമായി, കോടിക്കണക്കിന് രൂപയുടെ മുതലാളിയായി. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നെഞ്ചൊത്ത് കൈവച്ച ആലോചിക്ക്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ രാമക്ഷേത്രത്തിന്റെ ഇന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ, കമൽനാഥ് അടക്കമുള്ള കോൺഗ്രസിന്റെ സകല നേതാക്കളും പറഞ്ഞല്ലോ, രാമക്ഷേത്രം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ്. ആണോ അല്ലേ? ഇവിടുത്തെ കോൺഗ്രസ് മൈക്ക് കെട്ടി നാട്ടുകാരോട് പറയണം. ആണെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് തെളിയിക്കുന്നതിനുള്ള തെളിവ് ഇവിടെ കൊടുത്തിട്ടേ നാസിർ കൊളായി പോവും. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വായിച്ചല്ലേ? രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടണോ എന്ന് ഈ നാട്ടുകാർ തീരുമാനിക്കുന്ന നിർണായക നിമിഷങ്ങളാണ്, നിർണായക ദിവസങ്ങളാ കടന്നുവെന്ന് നിങ്ങൾ അന്തസ്സോടെ പറ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നുണ്ട്, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നുണ്ട്, സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്. ആ കുടുംബത്തിലാണ് നിങ്ങൾ നെഹ്റു കുടുംബം, ഇല്ലേ? ആ നെഹ്റു കുടുംബത്തിലെ ഒരു അംഗം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഈ നാട്ടുകാരോട് നിങ്ങൾ പറ. അത് പറഞ്ഞിട്ട് പോരെ നിങ്ങൾ പാർലമെന്റിലെ മതേതരത്വം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പിന്നെ കത്ത് വന്നു, ക്ഷണക്കത്ത് വന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്. ഞങ്ങൾ കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. കോൺഗ്രസ് എന്ത് മറുപടിയാ പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. ഇല്ലേ? ശശി തരൂര് എന്താ പറഞ്ഞത്? നിങ്ങളെ ഓരോ നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുക. ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഒരാവേശത്തിൽ പ്രസംഗത്തിൽ കോൺഗ്രസ് ലീഗ് എന്നൊക്കെ വിളിക്കും. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുങ്ങള്.
ഈ ഇന്ത്യയിൽ ഇന്ത്യക്കാരനായി നമുക്ക് ജീവിക്കണോ? അതിന്റെ വെല്ലുവിളി RSS ഉയർത്തുന്നത്. ആ RSS ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ദളിതനെ സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ വരാം. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അവസാനം നിങ്ങൾ പോകണോ വേണ്ടയോ എന്നൊക്കെ 2-3 ദിവസം 2-3 ആഴ്ചകൾ ഇരുന്ന് ചർച്ച ചെയ്ത് പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്താ അതിന്റെ കാരണം പറഞ്ഞു? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പരിപാടിയാക്കുകയാണ് BJP. അതാങ്കളെ പ്രശ്നം. അല്ലാതെ ബാബരി മസ്ജിദ് തകർത്തോടത്തല്ല. കെ മുരളീധരൻ ഞങ്ങളോട് പറഞ്ഞ എന്താ? ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കെ മുരളീധരൻ എന്താ പറഞ്ഞേ? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ക്ഷേത്ര? ഓൽക്ക് ഉദ്ഘാടനത്തിന് പോയില്ല എന്ന് പറഞ്ഞ വിഷയമാണോ? അതുകൊണ്ടാണോ കോൺഗ്രസ്? എന്റെ പ്രിയപ്പെട്ട കെ മുരളീധര, എല്ലാ ബഹുമാനങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങയോട് വളരെ വിനീതമായി ചോദിക്കട്ടെ, ഈ ലോകം ആമ്പലം മറിഞ്ഞാൽ, കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി പെയ്താൽ, എന്ത് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടെങ്കിലും മലയാള മാസം 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട പിതാവ് കെ കരുണാകരൻ ഓടിയെത്തുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് ഈ കേരളത്തിൽ. ആ സ്ഥലത്തിന്റെ പേര് ഗുരുവായൂർ. ഗുരുവായൂർ അമ്പലത്തിൽ പോയവരുണ്ടാവില്ല? ഇവിടെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ, പലരും ഉണ്ടാവും ഗുരുവായൂർ അമ്പലത്തിൽ പോയവര് ഇല്ലേ? ആ ഗുരുവായൂർ അമ്പലത്തിൽ AKG ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ പേരെന്താ അറിയോ? AKG ഗേറ്റ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയല്ല. ഇന്ന് ഗുരുവായൂർ അമ്പലത്തില് എല്ലാ ഹിന്ദുവിനും പോകാം. ഹിന്ദുവിനെ പോകാൻ പറ്റുള്ളൂ, മറ്റു മതസ്ഥർക്ക് പോകാൻ പറ്റൂല. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഞാൻ പാടിയാൽ കഴുതരാകാന്നുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഇത് പാടിയതാരാ നിങ്ങൾക്ക് അറിയാലോ? യേശുദാസ് ക്രിസ്ത്യാനിയാ. ഈ വരി എഴുതിയതാരാ? വയലാർ രാമവർമ്മ, ഹിന്ദുവാണ്. സംഗീതം നൽകിയതാരാണ്? യൂസുഫ് അലി കേച്ചേരി, മുസ്ലിമാണ്. ഹിന്ദു എഴുതി മുസ്ലിം സംഗീതം പകർന്ന് ക്രിസ്ത്യാനിയായ യേശുദാസ്. അങ്ങനെയൊക്കെ ഇപ്പൊ പറയാ, നമ്മൾ വിചാരിക്കുന്ന മറ്റേക്കൊന്നും പറയാറില്ല. അങ്ങനെ പാടിയ പാട്ട് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ, പരാതികളും പരിഭവങ്ങളും പറയാൻ എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ച് ചെന്നു. പക്ഷേ അവരുടെ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്താ കാരണം? RSSകാർക്കറിയോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. ഏത് ഏക സിവിൽ കോഡാണ് നിങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചവരാ നിങ്ങൾ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ. അതിനേക്കാളും താഴ്ന്നവരുണ്ട്. വിശദീകരണത്തിലേക്ക് സമയം കിട്ടുകയാണെങ്കിൽ, ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും പറയാം ഇല്ലേ? ഗുരുവായൂർ അമ്പല നട ഈ രാജ്യത്തിലെ ശൂദ്രന്റെ മുമ്പിൽ, താഴ്ന്ന ജാതിക്കാരന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ വലിയ സമരം നടന്നു. കോൺഗ്രസ്, നിങ്ങളുടെ നേതാവ് കേളപ്പജിയുടെ നേതൃത്വത്തിലുള്ള സമരം. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് AKG. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന് മണിയടിച്ചത്. അന്നുകൊണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളയുടെ നടപ്പുറമടിച്ച് കടപ്പുറാക്കി. അന്നാണ് കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, എലനക്കി നായര് പുറമടിക്കും. ഇന്നുണ്ട് എലനക്കി നായന്മാര്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, മനസ്സിലായ? അന്ന് AKG സമരം നിരാഹാരം കിടക്കുക. AKGന്റെ ഭാര്യന്റെ പേരെന്താണെന്നറിയോ സഖാവ്? AKGന്റെ ഭാര്യന്റെ പേരെന്താ? സുശീല ഗോപാൽ. ഞാൻ നിങ്ങളോട് പറയിപ്പിച്ച, എനിക്കറിയാഞ്ഞിട്ടല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ, സുശീല ഗോപാലൻ AKGയുടെ ആദ്യ ഭാര്യയല്ല, 2ാം ഭാര്യയാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് AKG കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാണ് ഇല്ലേ? അങ്ങനെ അവിടെ കിടക്കുമ്പോ ഭാര്യയുടെ പിതാവ് അമ്മോശൻ കാക്ക വന്നിട്ട് AKGയോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. എന്താ ഡയലോഗ് അറിയോ? എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ, AKG ഉയർന്ന ജാതിക്കാരനാ, നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലാണ്. ഇവിടെ കണ്ട ചെറുമനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ്. അതുകൊണ്ട് മരുമോൻ എണീക്കണം. AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. സ്വർണ്ണലിപികളിൽ എഴുതി വീടിന്റെ അമ്മാരത്ത് തൂക്കണം സകല മതവിശ്വാസികളും. എന്താ AKG പറഞ്ഞ അറിയോ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യ അവകാശമാണ്. അമ്മച്ചാക്ക് മനസ്സിലായി ചെക്കൻ ശരിയാവില്ല. വീട്ടിൽ പോയി മോളെ കൈ ഒടിച്ച് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു. AKGക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഗുരുവായൂർ അമ്പല നടയിൽ ഈ നാട്ടിലെ ഹിന്ദുവിന് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാനാ. ആ AKGയുടെ പാർട്ടിയുടെ നേരെ നോക്കിയിട്ടാണ് ആര് പറയുന്നത്? മുരളീധരൻ പറഞ്ഞേ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അമ്പല? തമിഴ്നാട്ടിലെ ഉത്തമ്പര അറിയോ മുരളീധരന്? 5 കൊല്ലം മുമ്പ് താണ ജാതിക്കാരന് പ്രവേശനമല്ല. ഉത്തമ്പരത്ത് മതിൽ കെട്ടി ഉയർന്ന ജാതിക്കാരൻ തകർത്തെറിഞ്ഞത് വൃന്ദാകാരാട്ടും പ്രകാശക്കാരാട്ടും വന്നിട്ടാ, മനസ്സിലാക്കിക്കോ. മംഗലാപുരത്ത് താഴ്ന്ന ജാതിക്കാരൻ ബ്രാഹ്മണൻ കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടത്തിൽ കിടന്ന് ഉരുളണം. സമരം ചെയ്ത് നിർത്തിയതാ കമ്മ്യൂണിസ്റ്റുകാരൻ. നിങ്ങൾ ഞങ്ങളെ അമ്പലം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ പള്ളി പഠിപ്പിക്കുന്നത്. 1921 ഇല്ലേ? പാടിയ നേരം പോകും, അതുകൊണ്ട് പാടുന്നില്ല.
921 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. ഈ മണ്ണില് പള്ളി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസ ഉണ്ടാക്കാൻ പാടില്ല. 47 സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നോ? 50 ഭരണഘടന വന്നു. അന്ന് മദിരാശി അസംബ്ലി ഉണ്ടായി, കാമരാജ് മുഖ്യമന്ത്രിയായി, ഉപ്പി സാഹിബ്, സീതി സാഹിബ്, ബോക്കരി സാഹിബ്, 7 MLA ലീഗിന് സ്വാധീനം ഉപയോഗിച്ച് പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നില്ല. 57 EMS അധികാരത്തിൽ വന്നു. പുലാമന്തോളിലെ സ്വീകരണം തിരിച്ചു പോകുമ്പോ മരക്കാർ ഹാജിയുടെ നേതൃത്വത്തിൽ, അന്ന് ഇന്നും പുലാമന്തോളിൽ ലീഗില്ല കേട്ടോ. പുലാമന്തോൾ പഞ്ചായത്തിൽ ഉണ്ടെന്ന് പറഞ്ഞൂടാ, പുലാമന്തോൾ അങ്ങാടിയിലില്ല. ഇപ്പോഴും പോയി നോക്കി. എന്നെ കുറെ വെല്ലുവിളിച്ച് ഞാൻ നാസർ കൊളായി പള്ളിന്റെ വലിയ ബടായിയൊക്കെ വിട്ടു. ഇപ്പോഴും പോരിതാ മുസ്തഫ ഇവിടെ ഉണ്ട്. മുസ്തഫയും ഞങ്ങൾ ഒരുമിച്ച് പോയി വീഡിയോ അയച്ച് ഓരോ വീഡിയോയിലും ചോദിച്ചു EMS പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിന്റെ അല്ല ഇവിടെ, എവിടെ? അതാ അവിടെ. നിങ്ങൾ നാളെ പോയി ചോദിക്ക്, അവിടെ പറഞ്ഞുതരും. EMS പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിന്റെ അല്ല ഇവിടെ, അതാ അവിടെ. എന്താ കാരണം? EMS വന്നു 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത EMS. ആ EMS ആണ് 6 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 11 എനിക്കും നിങ്ങൾക്കും ഭൂമി എന്ന് ഇല്ലേ നമ്മളെ പഠിപ്പുള്ളിലാക്കി 2 തീരുമാനം എടുത്ത്. ഒന്നെന്താ അറിയോ? ഏത് തമ്പുരാന്റെ ഭൂമിയിലാണ് അധ്വാനിക്കുന്നതെങ്കിലും ആ മണ്ണ് നിറങ്ങണ്ട, ആ ഭൂമി നിനക്ക് അവകാശപ്പെട്ടതാണ്. വീട്ടിൽ പോയിട്ട് ആധാരം പരിശോധിക്ക്. എന്താ ആധാരത്തിൽ ഉണ്ടാവുക? അടിയാധാരത്തില് ബ്രഹ്മസം, ദേവസം, ബ്രാഹ്മണന്റേതായിരുന്നു ഈ ഭൂമികള്, ദേവന്റേതായിരുന്നു ഭൂമികള്. അന്ന് നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാര് സ്വർഗത്ത് പോകാൻ എളുപ്പമായി. ഇന്നിപ്പോ എന്താണ്? മുടിനാരയായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ കൂടി കടക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരും അവര് പറയുന്നു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, രാഷ്ട്രീയത്തിലേക്കൊന്നും. മനസ്സിലായ? ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഭൂമി നമുക്ക് കിട്ടി, വിദ്യാഭ്യാസം സാർവത്രികമാക്കി, സൗജന്യമാക്കി. അതൊക്കെ പോട്ടെ. ആ നിയമമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ഏപ്രിൽ 20 മറ്റാണ്, 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് EMS വന്ന് നിവേദനം കൊടുത്തു. അന്ന് EMS പറഞ്ഞൊരു മറുപടി പ്രസംഗം ഉണ്ട്. എന്താ പറഞ്ഞ അറിയോ? വഖഫ് ചെയ്ത ഭൂമിയും വയറിൽ പറഞ്ഞ പണവും ഉണ്ടായിട്ടും മുസൽമാനെ നമസ്കരിക്കാൻ പള്ളിയില്ലാത്തതിന്റെ പേരിൽ മദിരാശിയിലേക്ക് നടന്ന് ചെരുപ്പ് താഞ്ഞ മുസൽമാനെ ഇനി തിരുവനന്തപുരത്തേക്ക് നടത്തിക്കുന്നത് ഒരു മതേതര പാർട്ടിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കും. ഏപ്രിൽ 20 മറ്റാണ് നിവേദനം കൊടുത്തത്. ജൂൺ മാസം 7-ാം തീയതി കടലാസ് ഇവിടെ കൊടുത്തിട്ടേ നാസർ കൊളായി പോകും. ബടായി പറഞ്ഞു പോയി എന്ന് പറയരുത്. ജൂൺ മാസം 7-ാം തീയതി കേരളത്തിൽ മലബാറിലുള്ള പള്ളി നിരോധനം പിൻവലിച്ച് പള്ളി ഉണ്ടാക്കാൻ ഉത്തരവിട്ട നേതാവിന്റെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി പാടുന്ന EMS അല്ലേ? മലപ്പുറം നീർച്ച ബ്രിട്ടീഷുകാർ നിരോധിച്ചേനി. ആരാ പുനഃസ്ഥാപിച്ച്? കമ്മ്യൂണിസ്റ്റുകാർ. എന്നിട്ട് നമ്മളോട് പറയാ ജാതിയും മതവും ചാത്തനും പോത്തനും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരന്. മലപ്പുറം നീർച്ച ഞങ്ങൾക്ക് എന്ത് നീർച്ച കമ്മ്യൂണിസ്റ്റുകാരന്? പക്ഷേ അതൊരു മുസ്ലിം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരാധനയാണ് മലപ്പുറം നീർച്ച. അത് പിൻവലിച്ചത് നടപ്പിലാക്കിയത് ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാര്. ഞങ്ങൾ ഏത് മതത്തിനെതിരെ എന്റെ വിഷയം മാറും. നമ്മൾ രാമക്ഷേത്രത്തിൽ വന്നാ വന്നേ ഇല്ലേ? ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോവാതിരിക്കുന്നതിന്റെ കാരണം ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെ നേരെ ക്ഷേത്ര വിരോധികൾ എന്ന് മുരളീധരൻ മറുപടി പറഞ്ഞതിന്റെ പേരിലാണ് ഗുരുവായൂർ അമ്പലം വരെ എനിക്ക് പോകേണ്ടി വന്നത്, മറ്റു കാര്യങ്ങളും പറയാൻ പോകുന്നത് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് അന്ന് കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താ? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന് രാഷ്ട്രീയ കാരണം, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള കാരണം, അല്ലാതെ ബാബരി മസ്ജിദ് തകർത്തോടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയതാണ്, അത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞോ? ഇന്നും കോൺഗ്രസിന് ആ നിലപാടുണ്ടോ? പറ. എന്താണ് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട ലീഗരെ വളരെ സങ്കടം ഉണ്ടായിരിക്കുന്നു. ലീഗിന്റെ സാധാരണ അണികളും എന്താണെന്നറിയോ? എല്ലാ രാഷ്ട്രീയം വെച്ച് നോക്കിയാലും 3 സീറ്റ് ലീഗിന് അവകാശമുണ്ട്. ഞങ്ങൾ മൂപ്പിച്ചാന്ന് പറയണ്ട, നിങ്ങൾ ഇഷ്ടം 2 ആണെങ്കിൽ 2 നിങ്ങൾ തീരുമാനിച്ചോളി. ഞങ്ങൾക്ക് അതിലൊന്നുമില്ല. പക്ഷെ 3 നിങ്ങൾക്കുണ്ട്. കോഴിക്കോടും മലപ്പുറവും പൊന്നാനിയും നിങ്ങൾ മത്സരിച്ചതാണ്. കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള കാലം ഒരുപാട് ചരിത്രമുണ്ട്. നിങ്ങൾ നോക്ക്, 16 സീറ്റ് നിങ്ങൾക്കുണ്ട്. കോൺഗ്രസിന് 21 സീറ്റാ, നിങ്ങൾക്ക് 2 സീറ്റ്. ഞാൻ ഇനി പറഞ്ഞ് നിങ്ങളെ മൂപ്പിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ ടയറാട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. പോട്ടെ, അവനവന്റെ ഇഷ്ടം. പോരാടി ജനങ്ങളോട് വോട്ട് ചോദിക്കും. നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കും? ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കും. കാരണം നിങ്ങൾ പാർലമെന്റിൽ ഇല്ലായിരുന്നു. ഇന്നലെ വസീഫിനോട് ചോദിച്ചല്ലോ, പാർലമെന്റിൽ പോയാൽ എന്ത് ചെയ്യും? അപ്പം വസീഫ് പറഞ്ഞ മറുപടി ഉണ്ട്, പാർലമെന്റിൽ പോയാൽ ഈ നാട്ടുകാർക്ക് വേണ്ടി ശബ്ദിക്കും, അല്ലാതെ മലപ്പുറത്ത് കല്യാണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഓടി പോരൂല. അതതിന്റെ ഉത്തരം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്നറിയാം നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, രാജ്യസഭാ സീറ്റ് തരാം നിങ്ങൾക്ക്, സഖ്യകക്ഷിയായ ലീഗിന്. എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതന്മാര്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിന്റെ പേരെന്താ അറിയോ? അഭിഷേക് സിംഗ്വി. മനസ്സിലായ? വക്കീല, സുപ്രീം കോടതിയിലെ സൂപ്പർ വക്കീല, കോൺഗ്രസിന്റെ AICC മെമ്പറാ, ജനറൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അയാളെ രാജ്യസഭയിൽ എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേരാണ് ഹിമാചൽ. ഹിമാചലിൽ സുഖമായി ജയിക്കും. എന്താ കാരണം? 40 MLA മാരുണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്.
35 വോട്ട് കിട്ടിയാൽ ജയിക്കും. 70-ൽ 35 വോട്ട് കിട്ടിയാൽ ജയിക്കും. അഭിഷേക് സിംഗ്വി എല്ലാ ചടക്കും പിന്നെ കദീനിയൊക്കെ ഏർപ്പാട് ചെയ്തു മൂപ്പര് മത്സരിക്കാൻ. ഈ കോൺഗ്രസിന്റെ എല്ലാ എംപിമാരും മൂപ്പരെ കൂടെ ഭക്ഷണം കഴിച്ച്, സ്വതന്ത്ര എംപിമാരുണ്ട് പല പിന്താങ്ങണ 3 ആള് പോലെ രാവിലെ വന്ന് ഭക്ഷണം കഴിച്ച് സെൽഫി എടുത്ത് പിരിഞ്ഞ്. അങ്ങനെ തന്നെ മൂപ്പര് പറഞ്ഞു. ഇന്നലെ രാത്രി എന്റെ കൂടെ വന്ന് ഭക്ഷണം കഴിച്ച 6 പേര് ഇന്ന് നേരം വെളുത്തപ്പോ കോലം മാറിയോണ്ട് ഒരു ഗുണം കിട്ടിയെന്നാ സിംഗ്വി പറഞ്ഞത്. മനുഷ്യരെ കുറിച്ച് പഠിക്കാനായി. ഞാൻ സിംഗ്വിയെ ഒന്ന് തിരുത്താണ്. മനുഷ്യരെ കുറിച്ചല്ല, സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന കോൺഗ്രസുകാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്കായി. മനസ്സിലായ? ആ കോൺഗ്രസിന്റെ 6 MLA-മാര് നടോയി എങ്ങോട്ട്? BJP-യിലേക്ക്. സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാത്ത കോൺഗ്രസ് ആണോ? ആ കോൺഗ്രസിന്റെ വോട്ട് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണോ എന്റെ പ്രിയപ്പെട്ട ലീഗ് നിങ്ങൾ രാജ്യസഭയിലേക്ക് ഇവിടെ മത്സരിക്കുന്നത്? ആരാ കേരളത്തിലെ KPCC പ്രസിഡന്റിന്റെ പേര്? ഇല്ലേ? അയാൾ ഒരു സതീശന എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ പോകും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. മനസ്സിലായി? നമ്മുടെ നാട്ടിലെ വാക്കുകളുടെ അർത്ഥമൊക്കെ ഇപ്പൊ മാറുകയാണ്. ഒരുമിച്ചുള്ള യാത്ര എങ്ങനെയുണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംശയം പറയാനുള്ള കാരണം എന്താ അറിയോ? APCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞെന്താ? എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് തോന്നിയാൽ ഞാൻ അപ്പൊ BJP പോകുന്നതിന്റെ മലയാളം. അയാൾ ആത്മാഭിമാനത്തോടു കൂടി 4 മാസം മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ കണ്ണൂരിൽ RSSന്റെ ക്യാമ്പിന്, സായുധ പരിശീലന ക്യാമ്പിന് കാവൽ നിന്നിട്ടുണ്ട്. സാറല്ലേ? ഉസാറല്ലേ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആന്റോ ആന്റണി സ്വാഗതം പറഞ്ഞ് പത്തനംതിട്ട എങ്ങനെ പറഞ്ഞത്? KPCC-യുടെ പ്രസിഡന്റ് K സുരേന്ദ്രന് സ്വാഗതം. തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? RSSന്റെ പിന്നെ ആയുധ പരിശീലന ക്യാമ്പിന് ഞാൻ കാവൽ നിന്നിട്ടുണ്ട്. എന്തിനാ കാവലിക്കുന്നത്? ആ ആയുധ പരിശീലന ക്യാമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ആക്രമിക്കും ആയുധപ്പുരകളെ. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ആക്രമിക്കും. ഞങ്ങൾ ആക്രമിച്ച ചരിത്രമുണ്ട്. അതിന് കാവൽ നിൽക്കുന്ന പറഞ്ഞ് സുധാകരൻ. ആ സുധാകരൻ പറയാണ് ഐ വിൽ ഗോ വിത്ത് BJP. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സംസാരത്തിനിടയിൽ കോൺഗ്രസ് എന്നൊക്കെ ഞാൻ വിളിച്ചുണ്ടാവും. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോയ്ക്ക് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോ, പൗരത്വ ബില്ലുണ്ടായപ്പോ, മുത്തലാഖ് ബില്ലുണ്ടായപ്പോ എവിടെയായിരുന്നു നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതന്മാരോട്, നിങ്ങളുടെ 2 MPമാർ അബ്ദുസ്സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും പാർലമെന്റിൽ അവസാനമായി ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ സമരം ചെയ്തു. എന്തിനാ സമരം ചെയ്ത് അറിയാം? ഇന്ത്യൻ പാർലമെന്റ് പിരിച്ചുവിടാൻ നേരത്തെ സഭയിൽ ഒന്നുമില്ലാത്തൊരു വിഷയം കൊണ്ടുവന്നു BJP. 1 മണിക്കൂർ ചർച്ച. എന്തിനാണ്? രാമക്ഷേത്രത്തെ കുറിച്ച്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ നിർമ്മാണവും അതിനെക്കുറിച്ച് ആഘോഷപരമായി പറയാൻ. ഞങ്ങൾക്ക് രാജ്യസഭയിൽ ഒരു MP ഉണ്ട്. അയാളുടെ പേര് ബ്രിട്ടാസ്. ആ ബ്രിട്ടാസ് RSSകാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ്. നിങ്ങളുടെ രാമൻ നാഥുറാം വിനായക് ഗോഡ്സെയുടെ രാമനാണ്. ആ രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് അന്തസ്സോടെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇറങ്ങിപ്പോന്നു. രാജ്യസഭയെന്നും ലോകസഭയെന്നും ലീഗും ഇറങ്ങിപ്പോന്നു. 2 MPമാര് ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ സമരം ചെയ്തു. നിങ്ങളെ കൂടെ പെടുന്ന 16 ആള് വേറല്ലേനോ? 16 ആളുകളെ കൂടെ വരുന്നില്ലേനോ? ഉരുക്ക് പോലെ കോട്ട പോലെ ഉറച്ചു നിൽക്കും. ഞങ്ങൾ 3-ാം സീറ്റിന് വേണ്ടി അധികം നിൽക്കുന്നില്ല. പലസ്തീൻ വിഷയത്തില് ഞങ്ങളെ ക്ഷണിച്ചില്ല ബഷീർ. ഞങ്ങൾ ക്ഷണിച്ച്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ആലോചിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇഷ്ടംമാരെ ഞങ്ങൾ ക്ഷണിച്ച്. ആലോചിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞു? ഞങ്ങൾക്കൊരു മുന്നണി ബന്ധമുണ്ട്, അത് ഉപേക്ഷിച്ച് ഇപ്പൊ പോരാൻ കഴിയില്ല. ഞങ്ങളെ മനസ്സ് അവിടെ ഉണ്ടാവും. ആ ഹാളിൽ മനുഷ്യന്മാരെ നിറഞ്ഞിക്കുക. പിന്നെ നിങ്ങളെ മനസ്സിന് അവിടെ സ്ഥലമുണ്ടോ? ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. ഇല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പറഞ്ഞ നിങ്ങൾ ഉറച്ചു നിന്ന കോൺഗ്രസിന്റെ 16 MLA-മാർ എവിടെ പോയി? ഇല്ലേ? അതിന് തൊട്ട് മുമ്പ് മറ്റൊരു സമരം നിങ്ങൾ നടത്തി. സമദാനിയും ബഷീറും മാത്രം. തമിഴ്നാട്ടിലെ ഒരു MP ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ സമരം? ഗ്യാൻവാപ്പി വിഷയത്തില് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയപ്പോ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസിന്റെ 16 MPമാർ എവിടെ? എന്നാൽ അതിന്റെ 2 മാസം മുമ്പ് നിങ്ങളൊരു സമരം നടത്തി. എന്തായിരുന്നു സമരം? ഓർക്കുന്നില്ല സഖാക്കള്? ശബരിമല സീസൺ. ശബരിമലയില് ദർശനത്തിന് പോയ അച്ഛനും മകനും മടങ്ങാണ്. 5 or 6 വയസ്സുള്ള ഒരു മകനെ ബസ്സിലിരുത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, ഞാനൊരു സാധനം വാങ്ങിക്കാട്ടെ, നീ ബസ്സിലിരിക്കും. ചെക്കൻ ബസ്സിലിരിക്കാണ്, കന്നി അയ്യപ്പൻ. കുറച്ച് കഴിഞ്ഞപ്പോ ബസ് സ്റ്റാർട്ടാക്കി. സ്വാഭാവികമാണല്ലോ, കുട്ടികൾ പേടിയാവും. നമ്മൾ ബസ് സ്റ്റാൻഡിൽ കുട്ടിനെ ബസ്സിലാക്കി സാധനം വാങ്ങാൻ പോകുന്ന ബസ് സ്റ്റാർട്ടാക്കിയാൽ എന്തിന് കുട്ടികൾ വേണ്ട, നമ്മളെ പെണ്ണുങ്ങളുണ്ട് എന്നൊളിച്ചു. പടച്ചോൻ എന്റെ പുതിയ പള്ളിനെ കാണില്ലോ. ഈ 5-6 വയസ്സായ കുട്ടി എന്റെ അച്ഛനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ആ പോലീസുകാരൊന്ന് ബസ് നിർത്തിച്ചു. അച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ച് ഓല് പോയി. ഈ ഫോട്ടോ എടുത്ത് ദേശീയ തലത്തിൽ കന്നി അയ്യപ്പന് പോലും ശബരിമലയിൽ രക്ഷയില്ല.
ഈ കള്ളവാർത്ത മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചപ്പോ പിറ്റേ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ അബ്ദുൽ സമദ് സമദാനി വിളിച്ചു കൊടുത്ത് 17 MLA ഏറ്റുവിളിച്ചത് എന്താണ്? ശബരിമലയുടെ സുരക്ഷ CRPF-നെ ഏൽപ്പിക്കണം. ബസ്സിൽ ഒരു കുട്ടി അച്ഛനെ കാണാതെ നിലവിളിച്ചപ്പോ ഇന്ത്യയിലെ കേരളത്തിലെ ശബരിമലയിലെ സുരക്ഷ CRPF-നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാനുണ്ടായിരുന്ന കോൺഗ്രസ് ഗാൻവാപ്പി പള്ളി തകർക്കപ്പെടുമ്പോ അതിന് സംരക്ഷണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ് നിങ്ങൾ സമരം ചെയ്തപ്പോ എവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ MP-മാർ? നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുക? ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുക? ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? നിങ്ങൾ പറ. ഈ മുസ്ലിം ലീഗിന്റെ MP-മാർ എവിടെ ഉണ്ടായിരുന്നു? ഈ പ്രശ്നം ഉണ്ടായപ്പോ, മുത്തലാഖ് ഉണ്ടായപ്പോ, പൗരത്വം ഉണ്ടായപ്പോ നിങ്ങൾ നോക്ക്. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി. അവരുടെ പേര് ആനി രാജ. ആനി രാജ ഡൽഹിയിലെ തെരുവീതികളിൽ മുസൽമാന് വേണ്ടി തെരുവിലിറങ്ങി അടികൊണ്ട് തല പൊട്ടിയ ഉജ്ജ്വലയായ പോരാളി ഇല്ലേ? ഡൽഹിയിലെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടി തെരുവിലിറങ്ങിയപ്പോ RSS-ന്റെ CRPF-ന്റെ കൊടിയ മർദ്ദനമേറ്റ് തലപൊട്ടി ആശുപത്രിയിൽ കിടന്ന പോരാളി. മണിപ്പൂർ വിഷയത്തിന് വേണ്ടി സമരം ചെയ്തപ്പോ രാജ്യദ്രോഹം കുറ്റ ചുമത്തി ജയിലിലടച്ച് ജയിൽവാസം അനുഭവിച്ച പോരാളി ആനി രാജ. എന്റെ നാട്ടിലെ സഖാവിന് എന്നെ സംശയം, ഇത് ആണാണോ പെണ്ണാണോ? ഞാൻ പറഞ്ഞു ആണിനെ പോലുള്ള പെണ്ണാണ് ആനി രാജ. വരികയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ. ഞങ്ങളെ ചോദ്യതാണ്, രാഹുൽ എവിടെ? രാഹുൽ എവിടെ? രാഹുൽ എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യൻ പാർലമെന്റിൽ എന്തിനാ നിങ്ങൾ വിട്ട്? ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. എത്ര ചർച്ചയിൽ പങ്കെടുത്തു? ഒരു സ്വകാര്യ ബില്ലിൽ പങ്കെടുത്തോ? ഇല്ല. വയനാട്ടിൽ ആന ഇറങ്ങിയപ്പോ രാഷ്ട്രീയം കളിച്ച ആനകളുണ്ട് ഈ നാട്ടില്. മനസ്സിലായി നിങ്ങൾക്ക്? വയനാട്ടിൽ ആന ഇറങ്ങിയപ്പോ രാഹുൽ ഗാന്ധിന്റെ പ്രസംഗം ഞാൻ ഇവിടെ കേൾപ്പിച്ചുതരാം കോൺഗ്രസ്സുകാർക്ക്. എന്താ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്? മാനന്തവാടിയിലെ വീഡിയോ ഇവിടെ കൊടുത്തിട്ടേ ഞാൻ പോകും. ഒന്നും പടായി പറഞ്ഞിട്ട് ഇവിടുന്ന് പോവില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ വന്യമൃഗങ്ങളിൽ നിന്ന് ആക്രമണം നേരിടുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഞാൻ ഉണ്ടാവും. കർണാടകയിലേക്കുള്ള മൈസൂരിലേക്കുള്ള യാത്രാ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഞാൻ ഉണ്ടാവും. കർണാടക കോൺഗ്രസ് ഭരിച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന്റെ എണ്ണല്ലെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമല്ലേ രാഹുൽ ഗാന്ധിക്ക്? ഇയാൾ പ്രസംഗിക്കാൻ ഓടിപ്പോയിട്ട് മോഡിനെ കെട്ടിപ്പിടിക്കാം. മോഡിയെ അന്തം വിട്ടിക്ക എന്താപ്പം വരുന്നെന്ന് വിചാരിച്ചു. എന്നാൽ ഒന്ന് വായ തുറന്ന് സംസാരിക്കണ്ടേ? സംസാരിച്ചോ നിങ്ങൾ? ഗാന്ധിയുടെ പിന്നെ ചിത്രം കൽപ്പറ്റ ഓഫീസിൽ കോൺഗ്രസ്സുകാർ തകർത്തു. ഞങ്ങളെ നേരെ കുതിരയേറി ഓടിയെത്തിയല്ലോ മൂപ്പര് ഇല്ലേ? നേരെ പോയി അരീക്കോട് മമതാ ബേക്കറി പോയി അവിടുന്ന് ചായം കുടിച്ച് മൂപ്പര് വിരിഞ്ഞ്. മനസ്സിലായോ? ഈ നാട്ടിലെ പ്രശ്നത്തിന് കോൺഗ്രസിന്റെ MP-മാരുണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. നാളെ എവിടെ ഉണ്ടാവും? ഒറ്റ ചോദ്യം, എന്റെ ചോദ്യം ഞാൻ ഒറ്റ വാക്കിൽ ഒതുക്കുക. എന്ത് ഗ്യാരണ്ടി? ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കോൺഗ്രസ്സുകാർ നാളെ കോൺഗ്രസിൽ നിൽക്കുമെന്നുള്ളതിന് ആര് ഗ്യാരണ്ടി? എന്ത് ഗ്യാരണ്ടി? ഗോവ ജയിച്ചതാരാ? കോൺഗ്രസ്. കർണാടക ആരായിരുന്നു ജയിച്ചത്? BJP-യുടെ യെദ്യൂരപ്പയുടെ ഭരണം സഹിക്കവയ്യാതെ ന്യൂനപക്ഷങ്ങളും ജനാധിപത്യ വിശ്വാസികളും തീരുമാനിച്ചു BJP-യെ തോൽപ്പിക്കാൻ, പകരം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ. ആരെ ജയിപ്പിച്ച്? കോൺഗ്രസിനെ ജയിച്ചു. ആരാ ഭരിച്ചത്? BJP. എന്താ കാരണം? കോടിക്കണക്കിന് രൂപയുടെ പണം വാങ്ങി കോൺഗ്രസ്സുകാർ കാലുമാറി. മധ്യപ്രദേശ് ജയിച്ചത് ആരായിരുന്നു? കോൺഗ്രസ്. ഭരിച്ചതാരാ? BJP. ഗോവ ജയിച്ചതാരായിരുന്നു? കോൺഗ്രസ്. ഭരിക്കുന്ന ആരാ? BJP. ഗോവയിലെ വേറെ സംഘടനകൾ ഇവിടെ ജനപ്രതിനിധികൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്? ഇയാൾ ഒരിക്കൽ ജനപ്രതിനിധി ആരാ? നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് കിട്ടിയാൽ മതി. ജനപ്രതിനിധി ആണോ? അല്ല, വോട്ടിനല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചാൽ, അടുത്ത വാചകം എന്താ സഖാവ്? ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കും. ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MLA-മാരിങ്ങനെ നിന്നിട്ട് മുസ്ലിം ഖുർആനില്, ഹിന്ദു രാമായണത്തില്, ക്രിസ്ത്യാനി ബൈബിളില് കൈതൊട്ടിട്ട് പ്രതിജ്ഞയാണ്. എന്താ പ്രതിജ്ഞ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാൽ ആരാ ചൊല്ലിക്കൊടുക്കണ അറിയോ? കാമത്ത്. പള്ളിയിൽ ഇക്കാമത്തല്ല കേട്ടോ, ഗോവന്റെ മുൻ മുഖ്യമന്ത്രിന്റെ പേരാ കാമത്ത്. അയാൾ ചൊല്ലിക്കൊടുക്കാണ്, മറ്റൊരു ചെല്ലുക. ഇയാളെന്താ ചൊല്ലിക്കൊടുക്കണേ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ BJP ആവൂല. എങ്ങനെയുണ്ട് പ്രതിജ്ഞ? ഒരു കണക്കിന് കോൺഗ്രസ് ഞങ്ങളെ പടച്ചോൻ കാത്ത്. എന്താ കാരണം അറിയോ? ഈ 3 മതത്തിലും പെടാത്ത മതേതര വിശ്വാസികൾ പറഞ്ഞു രാഹുൽ ഗാന്ധി കാഴ്ചക്കാരനായിട്ടുണ്ട്. ഒരാഗ്രഹം പ്രകടിപ്പിച്ചു, ഞങ്ങൾ രാഹുൽ ഗാന്ധിന്റെ തലയിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്യട്ടെ. അല്ല കാത്ത് തല പൊട്ടി തെറിച്ചൂലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പള്ളിയിൽ സുബൈന്റെ ഇക്കാമത്ത് കൊടുക്കണം, കാമത്തും കൂട്ടരും നടോ BJP-യിൽ. മനസ്സിലായി നിങ്ങൾക്ക്? ഒരു മുഖ്യമന്ത്രിയാ. ഞാനൊരു ചെറിയ ലിസ്റ്റ് ഇവിടെ വായിക്കാം. നമ്മൾ ഈ ബയലിന്റെ ഇടയിലൊക്കെ ഈ സക്കാത്ത് കിട്ടിയാലെ പേര് വായിക്കല്ലോ എന്നതുപോലെ ഒന്ന് വായിക്കാം. കോൺഗ്രസ്സുകാർ ഒന്ന് നോട്ട് ചെയ്തോ? നിങ്ങളുടെ ഭരണകാലത്ത്
മുഖ്യമന്ത്രിയായി BJP-യിലേക്ക് പോയവർ, കർണാടകയുടെ PCC പ്രസിഡന്റായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന, കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ, UP-യുടെ മുഖ്യമന്ത്രിയായിരുന്ന ജഗദാംബിക പാൽ, ഒന്നല്ലോ UP ഇനി ഒരുപാട് വരാണ്ട്, UP മുഖ്യമന്ത്രി ജഗദാംബിക പാൽ, ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി വിജയ് ബഗുണ, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഒറീസയുടെ മുഖ്യമന്ത്രി ഗിരിധർ ഗോമന്ത്, UP-യിൽ 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി, ഗോവയുടെ മുഖ്യമന്ത്രി ഞാനിപ്പോ പറഞ്ഞ കാമത്ത് ദിഗംബർ കാമത്ത്, അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പ്രേമ ഗണ്ഡു, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി നാരായണ റാണെ, ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി അശോക് ചൗഹാൻ. ഇതൊക്കെ കോൺഗ്രസ് ആയിരുന്നു, ഇതൊക്കെ BJP ആയി. ഇനി സ്റ്റിൽ നൗ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 3 പടത്തിന്റെ പേരും കൂടി ഞാൻ വായിക്കാം. ഏതാണെന്നറിയാം ഞങ്ങൾക്ക്? ത്രിപുരന്റെ ഇപ്പോഴത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് മണി സാഗർ, ആണ് കോൺഗ്രസ് ആയിരുന്നു. ആസാമിന്റെ ഇപ്പോഴത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ഹേമന്ത് ബിശ്വാസ് ശർമ്മ, കോൺഗ്രസ് ആയിരുന്നു. മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് N വീരേന്ദ്ര സിംഗ്, കോൺഗ്രസ് ആയിരുന്നു. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ അഭിഷേക് സിംഗിനെ തോൽപ്പിച്ചു, വോട്ട് BJP-ക്ക് മറിച്ചു ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ BJP-ന്റെ ജയിച്ച നേതാവിന്റെ പേരെന്താ അറിയോ? അർഷദ് മഹാരാജൻ. അയാൾ ആരായിരുന്നു അറിയോ? ഹിമാചൽ പ്രദേശിന്റെ മുൻ KPCC പ്രസിഡന്റും മുൻ മന്ത്രിയും. മനസ്സിലായ നിങ്ങൾക്ക്? പിന്നെയോ വേറെ ലിസ്റ്റ് വായിച്ചാൽ ഇന്നലെയും മെനിയാന്ന് വന്ന് മാത്രം ഇന്നത്തെ ഇപ്പൊ ലേറ്റസ്റ്റും കറഞ്ഞൂടാ. ഈ പൊന്നിന്റെ വില ജ്വല്ലറിക്കാർ നോക്കണ ഓരോ മിനിറ്റിലും നോക്കണം, എപ്പോഴാ പവന് വില കൂടുക കുറയാന്ന് പറയാൻ പറ്റൂല. മഹാരാഷ്ട്രയുടെ വർക്കിംഗ് പ്രസിഡന്റ് ബാസവരാജ് പാട്ടീൽ മെനിയാന്ന് പോയി. ഗുജറാത്തിന്റെ MP പിന്നെ നരൻ ജഡ്വ ഇന്നലെ പോയി. ബീഹാറിലെ MLA-മാരായ മുരാരി പ്രസാദും ഗൗതം സിദ്ധാർത്ഥും ഇന്നലെ ലോറിന് പോയി. ജാർഖണ്ഡിന്റെ ഏക MP ഗീതാ ഗോഡ ഇന്നലെ അസറിന് പോയി. തമിഴ്നാട് MLA S വിജയധരനി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോയി. എങ്ങനെയുണ്ട് കോൺഗ്രസ്? എന്നിട്ട് കോൺഗ്രസ് പറയാ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ കൈപ്പത്തിക്ക് കുത്തുന്ന മനുഷ്യന്മാരാരെങ്കിലും കുത്തു, ആ കൈക്ക് കുത്താൻ പറ്റുമോ? ആര് ഗ്യാരണ്ടി പറ? നിങ്ങള് അന്തസ്സോടെ പറയാ. ഇത് ഞാൻ പ്രസംഗിച്ചാല് നാളെ കോൺഗ്രസിന്റെ ഒരു മറുപടി ഉണ്ട്, അവിടെ പറഞ്ഞിട്ട് പോകണല്ലോ പോവാൻ. നിങ്ങള് പശ്ചിമ ബംഗാളിലേക്ക് നോക്കൂ, അവിടെ CPM-ന്റെ ആഫീസൊക്കെ BJP-ന്റെ ആഫീസായി. BJP-ന്റെ മാത്രമല്ല, അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആഫീസായി. എന്താ അറിയോ? ഞങ്ങളെ ആളുകളെ അടിച്ചോടിച്ചിട്ട് ഞങ്ങളുടെ ആഫീസുകൾ പിടിച്ചെടുത്തപ്പോഴും മരണഭയമില്ലാതെ പോരാടുകയാണ് ആ ബംഗാളിന്റെ മണ്ണിൽ. ത്രിപുരയിൽ ഞങ്ങൾ എങ്ങനെയാ തോറ്റേ? 34% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് 2%, 4% വോട്ടുണ്ടായിരുന്ന BJP-ന്റെ വോട്ട് 39, ഞങ്ങൾ 37. അങ്ങനെ ഞങ്ങൾ തോറ്റേ. മനസ്സിലായില്ലോ? ഇവിടെ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരും ലീഗുകാരും പറയും 34 കൊല്ലം ഭരിച്ച ബംഗാളിലെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ നമ്മളെ നാട്ടിൽ പൊറാട്ടടിക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ പറയും, അവർ പൊറാട്ടടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഭിമാന. 34 കൊല്ലം പാർട്ടി ഭരിച്ചിട്ട് ഏരിയ കമ്മിറ്റി പൈസയുടെ പണം ഉണ്ടാക്കാതെ ജീവിക്കാൻ പൊറാട്ടടിക്കാമെന്നും ഞങ്ങൾക്ക് അഭിമാന. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ വിശദീകരിച്ച് മറ്റു കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവരാ. ഈ നാടിന്റെ മതേതരത്വം തകരുമ്പോ ആ മതേതരത്വത്തെ പിടിച്ചു കെട്ടാൻ, ആ മതേതരത്വത്തെ നിലക്ക് നിർത്താൻ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാവരാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഭരണ നേട്ടങ്ങളൊക്കെ. ഞാൻ അതിലേക്കൊന്നും എന്റെ ആരോഗ്യക്കുറവുകൊണ്ട് കിടക്കുന്നില്ല. ഒറ്റ കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന് പുറത്തുള്ള സകല സംസ്ഥാനങ്ങളും വർഗീയ അഗ്നിയിൽ ആളിക്കത്തുകയാണ്. കേരളം ഒരു സുരക്ഷിതമായ ഇടമാണ്. ഈ വർഗീയ ശക്തികളോട് ഏറ്റുമുട്ടി പോരാടി നിൽക്കുന്ന വേറിട്ടൊരു നാടാണ് ഈ കേരളം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കേരളം സുരക്ഷിതമാണ്? ഈ കേരളം UP-യിൽ നിന്ന് ദൂരെയാണ്, ഈ കേരളം ഗുജറാത്തിൽ നിന്ന് ദൂരെയാണ്, ഈ കേരളം മണിപ്പൂരിൽ നിന്ന് ദൂരെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തെറ്റാണ്. നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിക്ക്. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുമ്പോ, ഉത്തരം കിട്ടുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവെക്കുമ്പോ ഇത് കൈ തടയും, ഇവൻ കൈ തടയും. ഇതെടുക്കുക, വാട്സപ്പ് എടുക്കുക, മൊബൈൽ എടുക്കുക. നല്ല മതസൗഹാർദ്ദല്ലേ അതില്? വർഗീയത ആളിക്കത്തുക. നിങ്ങൾ കണ്ടോ? കളമശ്ശേരിയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികള് ആരാധനാകർമ്മം നടത്തുമ്പോ അവിടെ ബോംബ് പൊട്ടി 8 പേര് മരിച്ചു. ആദ്യത്തെ ദിവസം ഒരാള്, പിന്നെ 7 പേര് മരിച്ചു. കേരളത്തിൽ അങ്ങനെ ബോംബ് പൊട്ടി 8 ആള് മരിച്ചിട്ടുണ്ടോ ഒരു ആരാധനാലയത്തിൽ? അങ്ങനെ ബോംബ് പൊട്ടി മരിച്ച ഒരു പകല്, ആ പകല് നമ്മൾ എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലായിരുന്നു നമ്മള്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ
രാജീവ് ചന്ദ്രശേഖരൻ എന്ന തമ്മാടി, അയാൾ കേന്ദ്രമന്ത്രിയാ, പക്ഷെ ആ വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അയാൾ പോലും ഫേസ്ബുക്കിൽ ഇട്ട എന്താണ്, ഫലസ്തീനെ കൂട്ടിച്ചേർത്തു. ഫലസ്തീനിലെ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്ന, ഫലസ്തീനിലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികൾ കൊല്ലുന്നു. അവിടെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തമ്മിലല്ല പ്രശ്നം, അതുപോലെ ഇയാക്കറിഞ്ഞൂടാ. അതിന്റെ പേരിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം മുസ്ലിം തീവ്രവാദികൾ നടത്തുന്നു എന്നുള്ള രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ആരോപണങ്ങൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ഉയർത്തിവിടാൻ ശ്രമിച്ചു. ആ ബോംബ് പൊട്ടിച്ച മനുഷ്യനോട് 99.9% കടുത്ത ഈർഷ്യയും ദേഷ്യവും പ്രകടിപ്പിക്കുമ്പോഴും 0.1% ഞാൻ അയാൾ ഇഷ്ടപ്പെട്ടു. എന്താ കാരണം എന്നറിയോ? ആ പകലിന്റെ അവസാനത്തിൽ ഞാനാണ് ബോംബ് വെച്ചത് എന്നയാൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാട് എവിടെ എത്തുമായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഭ്യൂഹങ്ങൾ പരക്കും, അഭ്യൂഹങ്ങൾ സത്യമാകും, കള്ളസത്യങ്ങൾ സത്യമായി പ്രചരിപ്പിക്കപ്പെടും. വലിയ കലാപം നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നു. ആ ഒരു അന്തരീക്ഷം ഒരുക്കി കൊണ്ടുവരാൻ RSSും ക്രിസംഗികളും മുസംഗികളും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. ആരും മോശമല്ല. സംഘികളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില്, ക്രിസംഗികളുണ്ട്, മുസംഗികളുണ്ട്, മുസ്ലിം തീവ്രവാദികൾ, ക്രിസ്ത്യൻ തീവ്രവാദികൾ, ഹിന്ദു തീവ്രവാദികൾ. അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കിടയിലുണ്ട്. പുറമെ കാണിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ ഈ നാട്ടിലുണ്ട്. അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ നോക്ക്, മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി മഹാപ്രളയം ഉണ്ടായി ഈ നാട്ടില്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനം ഇട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ എന്നാ. കേട്ടിട്ടുണ്ടോ ആ നദിയുടെ പേരുകൾ? ഉണ്ട്. എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. 1982 ജൂലൈ മാസം 12-ാം തീയതി എന്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തുംകടവിൽ രാവിലെ 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിരായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. മഹാപ്രളയത്തെ നമ്മൾ കണ്ട ആ ഒരു കാലം, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രളയകാലത്തെ കാഞ്ചന മൊയ്തീന്റെ പ്രണയത്തെക്കാൾ അധികം ആ പ്രളയകാലത്തെ ഞാൻ പ്രണയിച്ചു പോവുകയാണ്. എന്താ ഞാൻ ആ പ്രളയകാലത്തെ പ്രണയിക്കാനുള്ള കാരണം എന്നറിയാമോ നിങ്ങൾക്ക്? ആ പ്രളയകാലത്ത് നമ്മുടെ നാട്ടിലൊരു പെരുന്നാൾ വന്നിരുന്നു. ഓർക്കുന്നോ നിങ്ങൾ? ആ പെരുന്നാളിന്റെ സമയത്ത് എറണാകുളം ജില്ലയിലെ പറവൂരെ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളിയില്ല. എന്താ കാരണം എന്നറിയോ? പള്ളിക്കകത്ത് മുട്ടിന് വെള്ളം. അവിടുത്തെ മുസൽമാൻ എവിടെയാ നമസ്കരിച്ചറിയോ നിങ്ങൾക്ക്? അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് അക്ഷരം കൊണ്ട് എഴുതി വെച്ച അമ്പലമുറ്റത്ത് ഈ നാട്ടിലെ നല്ല മനസ്സുള്ള ഹിന്ദു സഹോദരന്മാര് വിരിച്ചു കൊടുത്ത മുസല്ലയിൽ മുട്ടുകുത്തി ഈ നാട്ടിലെ മുസൽമാൻ നമസ്കരിച്ചു. ആ പ്രളയകാലത്ത് നിങ്ങൾ കണ്ടോ? തലയിൽ തട്ടമിട്ട പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ പോലും തുറന്നു കൊടുക്കാത്ത മുസ്ലിം പള്ളിയുടെ വാതിലുകൾ തലയിൽ തട്ടമിടാത്ത, നെറ്റിയിൽ പൊട്ടുതൊട്ട ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പള്ളിക്കകത്ത് അവരുടെ കുടുംബങ്ങൾ, ഹിന്ദു കുടുംബങ്ങൾ താമസിച്ചപ്പോ മുസ്ലിങ്ങൾ ഭക്ഷണം ഒരുക്കി കൊടുത്തു. ആ പ്രളയകാലത്ത് കെട്ടിപ്പിടിച്ച് നമ്മൾ കിടന്നുറങ്ങിയപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജാതി ഉണ്ടായിരുന്നോ? നമുക്ക് മതമുണ്ടായിരുന്നോ? നെഞ്ചത്ത് കൈവച്ച് ആലോചിക്ക്. മഹാമാരി വന്നു ഈ നാട്ടില്, മഹാമാരി വന്നു. എല്ലാ ആരാധനാലയങ്ങളും അടച്ചുപൂട്ടി. വിശുദ്ധ മക്കയിൽ ലക്ഷങ്ങൾ അണിനിരക്കുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വിരലിൽ എണ്ണാവിരൽ നിയന്ത്രിച്ചു. ശബരിമലയുടെ നടയടക്കുമ്പോ ഉറക്കപ്പാട്ട് പാടുമ്പോ മണ്ണ് വീണാൽ, മണ്ണ് വാരിയിട്ടാൽ നിലത്തു തൊടാത്ത അവിടെ എണ്ണത്തിൽ കുറഞ്ഞവരെ മാത്രം നിയന്ത്രിച്ചു. വത്തിക്കാനിൽ മാർപ്പാപ്പ പോപ്പ് അങ്ങ് മുകളിൽ വരുമ്പോ താഴെ വരുന്ന 10,000 ഉണ്ടായില്ല. എല്ലാ ആരാധനാലയങ്ങളും സ്തംഭിച്ചു. പക്ഷേ നമ്മൾ മനുഷ്യർ ഒരുമിച്ച് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന ഒരു കാലം. നമുക്ക് ജാതി ഉണ്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? നമുക്ക് മതമുണ്ടായിരുന്നോ പ്രിയപ്പെട്ടവരെ? ഈ മതത്തിന്റെ വർഗീയതയുടെ കോമരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരുന്നോ? അന്ന് ഇവര് ആരുമില്ലായിരുന്നു. അന്ന് നമ്മൾ മനുഷ്യരായിരുന്നു. ആ മനുഷ്യരായി ഇന്ത്യയിൽ ഇന്ത്യക്കാരനായി നമുക്ക് ജീവിക്കണം. ഒറ്റ കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ അടുത്ത കാലത്ത് ഒരു മതപണ്ഡിതന്റെ പ്രസംഗം കേൾക്കാൻ ഇടയായി. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കും. ഏത് മതത്തിന്റെ പണ്ഡിതൻ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ആ പണ്ഡിതൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങളുടെ ഭാര്യക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരില്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാവൂ. എവിടെ എത്തി നമ്മുടെ നാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യക്ക് അസുഖം വരിക, അസുഖം മൂത്താ മരിച്ചു പോവും. മരിച്ചാലും പ്രശ്നമില്ല, പരിശോധിക്കുന്ന ഡോക്ടറുടെ മതം പരിശോധിക്കണം എന്ന് പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന നാട്.
ആ പണ്ഡിതനോട് വളരെ വിനീതമായി എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. താങ്കൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിച്ച് ആ കുട്ടിക്ക് MBBS പ്രവേശനം കിട്ടിയെങ്കിൽ, അങ്ങനെ കിട്ടിയത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ, ലോകത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും പോലെ തൃശൂർ മെഡിക്കൽ കോളേജിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറിയുണ്ട്. ആ ക്ലാസ് മുറിയുടെ പേര് അനാട്ടമി ക്ലാസ് എന്നാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ അനാട്ടമി ക്ലാസ്സിൽ ഒരു മനുഷ്യ ശരീരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആ ക്ലാസ് മുറിയുടെ നടുവിലെ ബെഞ്ചിൽ, ഡെസ്കിൽ ഒരു മനുഷ്യ ശരീരം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആരുടേതെന്നറിയോ സഖാക്കൾ? ആരുടേതെന്നറിയോ? അറിയണം നിങ്ങൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ജോസഫൈൻ. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ കൂടിയായിരുന്നു. ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് അമ്മ വാത്സല്യത്തോടെ ഒന്ന് ചോദിച്ചു പോയി, എന്തേ പരാതി കൊടുക്കാൻ ഇത്ര വൈകിയത്? പിന്നെ നമ്മൾ കണ്ടില്ലേ സഖാക്കള്, ചാനൽ മുറിയിലെ കോട്ടിട്ട തമ്പുരാക്കന്മാര്, ജഡ്ജിമാര് കൊത്തി വലിച്ചു ജോസഫൈന്റെ ശരീരം. അവരെ വിചാരണ ചെയ്തു, പച്ചക്ക് കൊത്തി തിന്നു. സകല പത്രങ്ങളും സകല രാഷ്ട്രീയ എതിരാളികളും ദിവസങ്ങളോളം ജോസഫൈനെ തെരുവിലിട്ട് പച്ച മാംസം കൊത്തി വലിച്ചു. അവസാനം പാർട്ടിക്ക് പോലും പറയേണ്ടി വന്നു ജോസഫൈനോട് വനിതാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന്. ആ രാജിവെച്ച ദിവസം സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സഖാവ് പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇൻകുലാബിന്റെ വിളികൾ കേട്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. ചെങ്കൊടി ആകാശത്തേക്ക് പാറിപ്പറക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. സഖാക്കളെ, നിങ്ങൾ കണ്ടോ? 23ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ 1000 കണ്ടനാളങ്ങളിൽ നിന്ന് ഇൻകുലാബിന്റെ വിളി വരുമ്പോ, ചെങ്കൊടി ആകാശത്തേക്ക് പാറിപ്പറക്കുമ്പോ ആ കാഴ്ച കണ്ടുകൊണ്ട് ഹൃദയം പൊട്ടി ജോസഫൈൻ മരിച്ചു. 23ാം പാർട്ടി കോൺഗ്രസിനുള്ളിൽ വെച്ച് കണ്ണൂരിൽ. കാണണോ നിങ്ങൾക്ക് ജോസഫൈൻ? കാണണോ? എന്റെ കൂടെ വാ. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ആ നെഞ്ചു കീറിയിട്ടുണ്ട്, ആ വയറു പിളർന്നിട്ടുണ്ട്. കീറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ട് ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രിസ്ത്യാനിയുടെ, മതമുള്ളവന്റെ, മതമില്ലാത്തവന്റെ കുട്ടികൾ പഠിക്കാണ്. ഇത് ഹൃദയം, ഇത് കരള്, ഇത് നട്ടല്, ഇത് വാരിയല്. എന്നിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുക, നല്ല ഡോക്ടർമാരാവുക, മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. എത്ര പേർ ആമുഖമായി പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാണ്. മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ. 34 കൊല്ലം ബംഗാൾ ഭരിച്ചതിൽ മഹാഭൂരിപക്ഷം ഭരിച്ച ജ്യോതി ബാസുവിനെ കാണണോ നിങ്ങൾക്ക്? വാ. കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് കാലം കാസർഗോഡിന്റെ MLA ആയിരുന്ന രാമണ്ണറയെ കാണണോ നിങ്ങൾക്ക്? വാ. തൃശൂർ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. സംശു പുന്നക്കലിനെ അറിയില്ല നിങ്ങൾ? SDPക്കാര് വെട്ടിനുറുക്കി മരണം ഉറപ്പ് വരുത്തിയതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന സംശു പിന്നീട് സ്വാഭാവിക മരണം പ്രാപിച്ചു. സംശുവിനെ കാണണോ? മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. എത്ര പേർ? ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക, ആ ചന്ദ്രികയുടെ എഡിറ്റർ ആയിരുന്നു AP അഹമ്മദ്. അന്ന് ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. 80കളുടെ പകുതിയിൽ മങ്കട അബ്ദുൽ അസീസ് മൗലവി AP അഹമ്മദ് എന്ന് പറയുന്ന എഡിറ്ററെ, MSFന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, ഒരു ദൗത്യം ഏൽപ്പിച്ചു. 80കളുടെ പകുതിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ചന്ദ്രികയിൽ ഒരു ലേഖന പരമ്പര എഴുതണം. ചെല്ലും ചെലവും കൊടുത്ത് AP അഹമ്മദിനെ തിരുവനന്തപുരത്തേക്ക് വിട്ടു. അദ്ദേഹം തന്നെ പറയുന്നു, 84ലധികം രേഖകൾ ഞാൻ പരിശോധിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. പ്രവാചകനെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി വന്ന ഉമറിന്റെ കഥ. പ്രവാചകന്റെ അടുത്തെത്തി സത്യം തിരിച്ചറിഞ്ഞപ്പോ ഊരിപ്പിടിച്ച വാൾ ഉറയിലിട്ട് പ്രവാചകനിൽ വിശ്വസിച്ച ഉമറിന്റെ കഥ. എന്നതുപോലെ 84 രേഖകൾ പരിശോധിച്ചപ്പോ സത്യം തിരിച്ചറിഞ്ഞ AP അഹമ്മദ് തന്റെ പടവാളായ തൂലിക എടുത്ത് വെളുത്ത അക്ഷരത്തിൽ, വെളുത്ത കടലാസിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതി തുടങ്ങി. മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അതെന്താണ്? AP അഹമ്മദ് പറഞ്ഞു, എനിക്ക് സത്യം മാത്രമേ എഴുതാൻ പറ്റൂ. എന്നാലും ഞാനൊന്ന് വായിക്കട്ടെ. മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെടുത്ത് വായിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പുഴുക്കളെ പോലെ ജീവിക്കുന്ന മുസൽമാന് ഈ കേരളത്തിൽ നട്ടല് നിവൃത്തി മനുഷ്യരായി ജീവിക്കാൻ ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അയാളുടെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ദേദിയ AP അഹമ്മദ് ഒരുപാട് കാലത്തിനിപ്പുറം വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു.
ആ മനുഷ്യന്റെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. അബ്ദുൽ ജബ്ബാറിന് ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, ഒരു കണ്ണിങ്ങനെ ചീഞ്ഞു കിടക്കുകയാണ്. അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോ മലപ്പുറം ജില്ലക്കാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. മലപ്പുറം ജില്ലക്കാരനായ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ കൈ പിടിക്കാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. AP അഹമ്മദ് ചോദിച്ചു ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാറിനോട്, എന്തേ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ? അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ ജനിച്ച കാലം മുതൽ എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ എനിക്കൊരു കണ്ണിന് കാഴ്ചയുണ്ട്. ആ കാഴ്ചയുള്ള കണ്ണ് ഒരാൾ സംഭാവന ചെയ്താണ്. ആ സംഭാവന ചെയ്തയാള് മലപ്പുറം ജില്ലയിലുള്ള ആളാണ്. അയാളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ പേര് ആര്യ അന്തർജനം എന്നാണ്. ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആര്യ അന്തർജനം. കെട്ടകാലത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നമ്പൂതിരി സ്ത്രീയായ ആര്യ അന്തർജനം ദാനം ചെയ്ത കണ്ണുകൊണ്ട് കാഴ്ച കിട്ടിയ അബ്ദുൽ ജബ്ബാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അബ്ദുൽ ജബ്ബാർ പള്ളിയിലേക്ക് ഓടി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ AP അഹമ്മദ് കാർ കയറുന്ന AP അഹമ്മദിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയതിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതാ. എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ എന്റെ കണ്ണിന് കാഴ്ച കിട്ടിയതിനു ശേഷം ഞാൻ 5 നേരവും മുറ തെറ്റാതെ പള്ളിയിൽ പോയി നമസ്കരിക്കും. മറ്റൊന്നിനുമല്ല, 5 നേരത്തെ നമസ്കാരവും കഴിഞ്ഞാൽ മുട്ടുകുത്തി പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കും, പടച്ചവനെ എന്റെ കണ്ണിന് കാഴ്ച നൽകിയ ആര്യ അന്തർജനത്തെ നീ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാറിന്റെ പ്രാർത്ഥന പടച്ചവന്മാര് കേൾക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് ജീവിക്കണം. മതേതര കേരളത്തിൽ നമുക്ക് ജീവിക്കണം. മതേതര ഇന്ത്യയിൽ നമുക്ക് ജീവിക്കണം. അതിനുള്ള അന്തിമമായ ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ 20 MP-മാരെയും നമുക്ക് ജയിപ്പിക്കണം. ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്റെ നാട്ടുകാരനായ, എന്റെ കൂട്ടുകാരനായ, ശുഭിത യൗവനത്തിന്റെ കേരളത്തിലെ അമരക്കാരനായ പ്രിയപ്പെട്ട V വസീഫിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയ പരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.